13 പേരുടെ ജീവനെടുത്ത ഉഗ്രസ്ഫോടനത്തിന്റെ ആഘാതത്തിലാണ് മുണ്ടത്തിക്കോട്. അപകടത്തിൽ സമീപ പ്രദേശത്തെ വീടുകൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പൊട്ടാത്ത അമിട്ടുകളും ചാക്കുകളിൽ സൂക്ഷിച്ച വെടിമരുന്നുകളും വെടിക്കെട്ടുപുരയ്ക്ക് സമീപം ഇപ്പോഴും ബാക്കിയുണ്ട്. അപകടമുണ്ടായ വെടിക്കെട്ടുപുരയ്ക്ക് സമീപത്തു നിന്നും TV പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്നലെ നാടിന് നടക്കിയ സ്ഫോടനം നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലത്ത് ഇനിയിപ്പോൾ ഒന്നും ബാക്കിയില്ല എന്നുള്ളതാണ്. ഈ വാഴകളൊക്കെ പൂർണ്ണമായി തകർന്നു കിടക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തെങ്ങിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഈ ഓലകളെല്ലാം കത്തി ഉണങ്ങിയതായിട്ട് നമുക്ക് കാണാം. ഇവിടെയാണ് ഈ വെടിമരുന്നിൻ്റെ ഭാഗമായി കറക്കുകയൊക്കെ ചെയ്യുന്ന ഒരു യന്ത്രമുള്ളത്. ഇവിടേക്കൊരു ഇലക്ട്രിസിറ്റി കണക്ഷനും കാണാം. ഇതുപയോഗിച്ചാണ് മോട്ടോർ കറക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഈ ചാക്കുകളിൽ വെടിമരുന്നാണ് പൂർണ്ണമായും ഉള്ളത്. ഇവിടെ ചിന്നിച്ചെതറിയ നിലയിലാണ് ഓരോന്നും കാണുന്നത്. ഒരു ക്ലോക്ക്, അതുപോലെ ബക്കറ്റുകൾ, ഇവർ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ഇതിൻ്റെ നടുവിൽ ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ നടുവിൽ ഒരുപാട് വെടിമരുന്നിൻ്റെ ഭാഗമായിട്ടുള്ളവ ഇവിടേക്ക് വീണതായി കാണാം. ഈ വെടിപ്പുരയ്ക്കുള്ളിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തീ കത്തുന്നുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. അവിടെയെല്ലാം ഈ കരിമരുന്നിൻ്റെ ഭാഗമായുള്ളവ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏറെ വലിപ്പമുള്ളതാണ് ഇവിടെ നിർമ്മിച്ചിരുന്നതെല്ലാം. ഇതിൻ്റെ അവശിഷ്ടങ്ങളാണ് അവിടെ ഉള്ളത്. പൊട്ടി ബാക്കിയായ ഒരുപാട് സാധനങ്ങൾ ഇവിടെയുണ്ട്. ഇതിലേറ്റവും ചെറുതാണ്. ഏതോ ഒരാളുടെ ഇരുചക്രവാഹനം തൊട്ടടുത്ത് പാതി കത്തിയ നിലയിലൊക്കെ കാണാം. ഈ ഭാഗത്ത് ഏറ്റവും സുരക്ഷിതമെന്ന് എല്ലാവരും കരുതിയ ഈ സ്ഥലത്താണ് ഇത്ര വലിയ, ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമുണ്ടായതും നിരവധി പേരുടെ ജീവനെടുത്തതും നിരവധി പേർ ഇപ്പോഴും ജീവന് വേണ്ടി മല്ലടിച്ച് കിടക്കുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തൃശൂർ.